ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസിൽ CPIM പ്രവർത്തകർ മോചിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഒളിവിൽ പോയി. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ പുല്ലനാണ് ഒളിവിൽ പോയത്. ഹെൽമറ്റ് വയ്ക്കാത്തതിന് പിഴ അടപ്പിച്ച വിരോധത്തിനാണ് ജീപ്പ് അടിച്ച് തകർത്തത്. ഡിവൈഎസ്പിയെ കയ്യേറ്റം ചെയ്തതിന് ലാത്തിയടിയിൽ പരിക്കേറ്റവരും ഒളിവിൽ പോയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിശദാംശങ്ങളുമായി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. ഇന്നലെ ചാലക്കുടി ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലായിരുന്നു. മണിക്കൂറുകളോളം, അതായത് ഇന്നലെ രാത്രി നീളുന്ന സംഘർഷം അത് ചാലക്കുടിയിൽ അരങ്ങേറി. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹെൽമറ്റിന് പിഴ ചുമത്തിയതാണ് ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തന്നെ പുറത്തുവിടുന്ന വിവരം. ഇന്നലെ ചാലക്കുടി ITIയിൽ തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം SFI വിജയിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങളായി ABVP SFI തർക്കം നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ പോലീസ് വിഷയത്തിൽ ഇടപെടുകയും അവിടെ ഉണ്ടായിരുന്ന ബാനറുകളും ബോർഡുകളും അടക്കം പോലീസ് നീക്കം ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ SFI വിജയിക്കുന്നു. തൊട്ടു പിന്നാലെ ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം നടക്കുന്നു. ഈ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം ബോധപൂർവം പോലീസിനെ പ്രകോപിപ്പിക്കുന്നതിനായി ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്കും എടുത്ത് SFI ഡിവൈഎഫ്ഐ പ്രവർത്തകർ റോന്തു ചുറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് ജീപ്പിന് ചുറ്റും റോന്തു ചുറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. മൂന്നാം തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന SHOയുടെ നേതൃത്വത്തിൽ ഈ ബൈക്ക് തടഞ്ഞു നിർത്തുകയാണ്. ഹെൽമറ്റ് ഇല്ലാതെ വന്നതിനെ തുടർന്ന് അവരെ തടഞ്ഞു നിർത്തി ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ചതിന് പിഴ ചുമത്തുന്ന സമയത്താണ് ഈ നിതിന്റെ നേതൃത്വത്തിൽ, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമാണ്, നിതിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ സംഘടിച്ചെത്തുകയും ഈ ജീപ്പിന് മുകളിൽ കയറി നിന്ന് ഈ ജീപ്പിന്റെ ചില്ലുൾപ്പെടെ അടിച്ചു തകർത്ത് ചവിട്ടിപ്പൊളിച്ചു. അതിനുശേഷം ഈ ബീക്കൺ ലൈറ്റ് ഉൾപ്പെടെ അവിടെ നിന്ന് പറിച്ചെടുത്തു. അത്തരത്തിൽ വലിയൊരു ആക്രമണത്തിലേക്ക് ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ പോയി. തൊട്ടു പിന്നാലെ കൂടുതൽ പോലീസുകാർ അവിടെ എത്തുകയും ഈ ലാത്തിചാർജ് ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ആദ്യഘട്ട സംഘർഷം. തൊട്ടു പിന്നാലെ രാത്രി ഈ നിതിനെ പിടികൂടാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തി. പക്ഷേ നിതിനെ കസ്റ്റഡിയിൽ എടുത്തെങ്കിൽ പോലും മുതിർന്ന നേതാക്കൾ, അതായത് CPIMന്റെ മുതിർന്ന നേതാക്കൾ അവിടെ എത്തി നിതിനെ മോചിപ്പിച്ചു. തൊട്ടു പിന്നാലെ നിതിന് വേണ്ടി പോലീസ് അവിടെ ഉണ്ടായിരുന്ന ഒരു SFI പ്രവർത്തകർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡ് നടത്തുന്ന സമയത്ത് വീണ്ടും SFI DYFI CPM പ്രവർത്തകർ സംഘടിച്ചെത്തുകയും DYSPക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയുമായിരുന്നു. അങ്ങനെ അവിടെയും പോലീസ് ലാത്തി വീശുന്നു. അങ്ങനെ DYSPക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തിയ ആളുകളെയും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നിതിൻ ഒളിവിൽ എന്നാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യപ്രതിയാണ് നിതിനായി ഇന്നലെ രാത്രി വൈകിയും പോലീസ് ഊർജിതമായ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് രാവിലെയും പോലീസ് ശക്തമായ തിരച്ചിലാണ് നിലവിൽ ഈ ഡിവൈഎഫ്ഐ നേതാവിന് വേണ്ടി നടത്തുന്ന. SK. താങ്ക് യു സൂരജ് സജി.